ഹലോ, വെൽക്കം ടു അപർണാസ് ക്യാൻവാസ്. ഞാൻ ഇന്ന് നമ്മുടെ ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. ഒരു കുട്ടി വ്ളോഗാണ്. ഞാൻ വിചാരിച്ചു എടുത്തു വെച്ചേക്കാം, കാരണം കുറേ നാളായി ഫ്രണ്ട്സിനെയൊക്കെ കണ്ടിട്ട്. ഞങ്ങൾ ബിടെക് ബാച്ച്മേറ്റ്സ് ആണ്. കുറച്ച് പേരേ ഉള്ളൂ. കായംകുളത്തുണ്ട്. എല്ലാവരും കൂടെ ഒന്ന് കൂടാമെന്ന് വിചാരിച്ചു. ഞാനിവിടെ ഉണ്ട്. അപ്പോൾ അവർ എല്ലാവരും കൂടെ വിളിച്ചിട്ടുണ്ട്. അവിടെ ചെന്നാലേ അറിയുള്ളൂ ആരൊക്കെ ഉണ്ടാവും എന്നുള്ളത്. ഈവനിങ് ടൈമാണിപ്പോൾ, ഒരു 5 മണിയൊക്കെ ആയി. അപ്പോൾ കായംകുളത്ത് വാട്ടർ കഫേ, ബാക്ക് വാട്ടർ കഫേ എന്ന് പറഞ്ഞിട്ട് ഒരു കഫേ ഉണ്ട്. ഞാൻ അതൊന്നും കണ്ടിട്ടില്ല ആക്ച്വലി. ഇവിടെ കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ. ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് അവരെയൊക്കെ കൂടെ കാണാം. എറണാകുളത്ത് സ്വർഗത്തിൽ ഇതുപോലെ പോകുമ്പോൾ, സ്വർഗം റെസ്റ്റോറൻറ്റിൽ പോകുമ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ വൈബാണ്. ഞാൻ ഇവിടെ കായംകുളത്ത് നമുക്ക് ഇങ്ങനെ ഒരു നല്ല റെസ്റ്റോറൻ്റ് ആണെന്ന് ഞാൻ ഇപ്പോഴും അറിയുന്നത്. ശരിക്കും നല്ല രസമുണ്ട്. അതേ ആഷിക്കും ഷെണായി എത്തിയിട്ടുണ്ട്. പിന്നെ കുറച്ച് പേര് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ട്. നല്ല രസമുണ്ട്. കായംകുളത്ത് ബാക്ക് വാട്ടർ കഫേ ആണ്. നാണ വരുന്നു, ഞാൻ വന്നു, പ്ലേറ്റ് വന്നു. പ്ലേറ്റ്. അയ്യോ, സത്യമായിട്ട് മുഹീമിനെ മിസ് ചെയ്യുന്നത്. എടാ മുഹീമെ, ഞങ്ങൾ മിസ് ചെയ്യുന്നുണ്ടടാ നിന്നെ. യെസ്, പോയി എന്റെ ഓരോ സന്തോഷമായി. നമ്മുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള ചെക്കന്മാര് മാത്രമേ വന്നിട്ടുള്ളൂ. വളർത്തി എടുത്തിട്ടാണ് അത് വേറെ അടിച്ചു കൊടുത്തു. എന്താണ് അങ്ങനെ? ഇത് ഫോട്ടോ അല്ല. ഇപ്പഴും കുഴപ്പമൊന്നുമില്ല. ഒന്നുകൂടെ കാണിച്ചു കൂട്ടാ. ഏട്ടായിയുടെ കാർ എന്താ? ഏട്ടായിയുടെ കാർ ഞാൻ കണ്ടില്ല. കഷ്ടോ എനിക്ക് തന്നേ. അനൂപിന്റെ അടുത്ത് വൈഫ് എന്ന് പറയും, പച്ചക്കറി തക്കാളി മേടിക്കണം, അത് മേടിക്കാം. ഓക്കെ, മേടിക്കാം. ഏട്ടായിയുടെ അനൂപ് ഏട്ടായിയുടെ കാർ അനൂപ് ഏട്ടായി. അയ്യോ, ഈവനിങ് ഒക്കെ ആയപ്പോൾ കുറച്ചും കൂടെ ലൈറ്റ്സ് ഒക്കെ ഡിം ചെയ്തിട്ട് ദെൻ മ്യൂസിക് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു നല്ല ഒരു വൈബൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളതുകൊണ്ട്, ഫ്രണ്ട്സ് വരാനുള്ളതായിട്ടുണ്ട്, നമ്മൾ പുറത്തേക്ക് വന്നു. അവിടെ നല്ല ഒരു ഏരിയ ഉണ്ട്. ഒരു ഫാമിലി മീറ്റപ്പ്, ഫ്രണ്ട്സ് മീറ്റപ്പ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു വൈഡായിട്ടുള്ള ഒരു ഏരിയ ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം പുറത്തൊക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്തു. ഞങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ഇനി അവർ വന്നിട്ട് വേണം നമുക്ക് കയറിയിരിക്കാം. അടിപൊളി ഏരിയ അല്ലേ? ഒരു ചെറിയൊരു ഫംഗ്ഷൻ ഒക്കെ നടത്താൻ പറ്റിയത്. പറയുന്നത് കോൺട്രാക്ടർ ആഷിഖാണ്, സോ നിങ്ങൾക്ക് വിശ്വസിക്കാം. ബാക്ക് വാട്ടർ കഫേ എത്തിയിട്ടുണ്ട് വിത്ത് കുട്ടികൾ. ഞാൻ ഇത്രയും ആളെ പ്രതീക്ഷിച്ചില്ല. എന്തായാലും എല്ലാവരും കൂടെ ഒരുമിച്ച് കാണാൻ പറ്റി. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ടേബിൾ പിന്നെ റിസർവ് ചെയ്ത് അവർ തന്നിട്ടുണ്ട്. ആയിരിക്കാം. ഫ്രൈ ചെയ്തല്ലേ? ഫ്രൈ അത്രയില്ല. ഓക്കെ, നൈസ്. ഞങ്ങളൊരു 5:30, 5:45 ആയപ്പോഴത്തേക്കും വന്നതായിരുന്നു. അപ്പോൾ എല്ലാവരും വന്നപ്പോഴത്തേക്ക് കുറേ കൂടെ ലേറ്റായി. എനിക്ക് അന്നേരം പോകാനുള്ള ടൈമായി. അപ്പോൾ എല്ലാവരുടെയും കൂടെ കുറച്ച് നല്ല ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ആക്ച്വലി എല്ലാവരും പല സ്ഥലത്തു നിന്നാണ്. ആലപ്പുഴ, ചേർത്തല, കരുനാഗപ്പള്ളി, എല്ലാവരും അങ്ങനെ. അപ്പോൾ ഇനി നെക്സ്റ്റ് ഇയറിൽ വരുമ്പോൾ കാണാം. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ലേറ്റായി. അപ്പോൾ ഇനി വീട്ടിലേക്ക് എത്തണം. അപ്പോൾ നല്ലൊരു ഗെറ്റ് ടുഗദർ ആയിരുന്നു. എല്ലാവരെയും കാണാൻ പറ്റില്ല. എനിക്ക് എന്താ പറയുക, അതിയായ സന്തോഷം. ഏകദേശം 11 years ഒക്കെ ഉണ്ട് നമ്മൾ ബിടെക് കഴിഞ്ഞിട്ട്. പിന്നെ ഇടയ്ക്കൊക്കെ ആരെങ്കിലുമൊക്കെ കാണാമല്ല, ഇതുപോലെ ഒരുമിച്ച് എല്ലാവരും കൂടെ ഒക്കെ കാണാൻ പറ്റുന്നത് നല്ലൊരു ഗെറ്റ് ടുഗദർ ആയിരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വ്ളോഗ്. ഒരു ചെറിയ വ്ളോഗാണ്, എൻ്റെ ഒരു മെമ്മറബിൾ ഒരു മൊമെന്റ്സ് ഒക്കെ അങ്ങനെ ഒരു രീതിയിലെടുത്ത വ്ളോഗാണ്. അപ്പോൾ താങ്ക് യു, ബൈ.